ഹായ്, ഇതൊരു നൈറ്റി മെറ്റീരിയലിൽ ഒരു 10 വയസ്സായ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു നൈറ്റ് ഡ്രസ്സാണ് കാണിക്കുന്നത്. അതിനായിട്ട് ടോപ്പും ചെറിയ ലെങ്തിലൊരു ടോപ്പും കൂടെ തന്നെ ഒരു ട്രൗസറുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വെട്ടിയൊക്കെ വച്ചിട്ടുണ്ട്. അതിനുശേഷം തയ്ക്കുന്ന വീഡിയോ ആണ് ഇത്. നെക്കൊക്കെ ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നല്ല വശത്ത് വെച്ച് മറിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിൽ ഒരു ചെറിയ സിബ്ബ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 23-24 ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് ഒരു 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ സിബിന് വേണ്ടിയിട്ട് ഒരു 6.5-7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മറിച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ മടക്കി അടിക്കണം. 2 സൈഡ് ഇതുപോലെ മടക്കി അടിക്കണം. എന്നിട്ട് സിബ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൽ വെച്ച് കറക്റ്റ് ലെവലിൽ വെച്ച് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കും. താഴെ വരെ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ കറക്റ്റ് ലെവലിൽ പിടിച്ച് വെച്ചിട്ട് മറ്റേ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതിപ്പോൾ അടിയിലാണ് സിബ് ഇരിക്കുന്നത്. എന്നിട്ട് ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു 10 ഇഞ്ച് നീളത്തിലും ഇതുപോലെ രണ്ടായി മടക്കി ഒരു തുണി എടുത്തിട്ട് നേരത്തെ തയ്ച്ച അതേ തയ്യലിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും. ഇത് വെച്ച് അതിൻ്റെ പുറത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും. നമ്മൾ തയ്ച്ചിട്ടുള്ള ആ വെട്ടിൻ്റെ ആ ഭാഗം വരെ വന്നിട്ട് കുറച്ചും കൂടി താഴേക്ക് പോകും. സ്റ്റിച്ച് ചെയ്ത് കുറച്ചുകൂടി താഴേക്ക് പോകും. ഒരു 1.5 ഇഞ്ച് കൂടി താഴേക്ക് പോയി അവിടെ മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ തിരിച്ച് വെച്ചും കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഓപ്പൺ വരുന്ന ഭാഗം വരെ എത്തിയിട്ട് ഇതുപോലെ അതിനെ ക്രോസ് ചെയ്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. കാരണം സിബ് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് ആ സ്റ്റിച്ച് നേരെ മുകളറ്റം വരെ വരും. ഇപ്പോൾ സിബ് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ബാക്ക് സൈഡ്. ബാക്കിൽ ക്രോസ് പീസ് വെച്ച് മറിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. 2 പീസും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് ഇതുപോലെ എടുക്കണം. ഇത് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ് വീണ്ടും വിശദമായിട്ട് കാണിക്കാത്തത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് ഷോൾഡറിൽ കൂടി തന്നെ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായി ഇതുപോലെ മടക്കി വെച്ച് ഇതുപോലെ ഒരു മടക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലിനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് ഒരു 7 ഇഞ്ച് നീളത്തിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് 2 സൈഡും ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5.5-6 ഇഞ്ചിലാണ് ഞാൻ സ്ലീവിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി ചേർത്ത് ഞാൻ സൈഡ് ഓപ്പണൊന്നും ഇട്ടിട്ടില്ല. ഏറ്റവും താഴത്തായിട്ട് ചെറിയ രീതിക്കൊന്ന് ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പണൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് ലൂസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഇതുപോലെ അടിച്ചെടുക്കണം.
എന്നിട്ട് ഏറ്റവും താഴത്തെ വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടോപ്പിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ട്രൗസറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്